ഇതാണ് 76 വയസ്സുള്ള നമ്മുടെ വാസന്തി അമ്മ. അമ്മേനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കുറച്ച് കഷ്ടപ്പെട്ട് എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചു. വാസന്തി അമ്മയ്ക്ക് 160ഓളം മെഡലുകൾ, അതിൽ കൂടുതലുണ്ടല്ലേ? അതിൽ കൂടുതലുണ്ട്. ഞാൻ ഇന്ന് എണ്ണിയപ്പോ എത്ര ഉണ്ട്? ഒരു 170-ൽ കൂടുതലുണ്ട്. 170-ൽ കൂടുതൽ മെഡലുകളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വരുന്നോണ്ട് അവിടെ വീട്ടിലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി മെഡലൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. പറയൂ അമ്മ, ഈ 76 വയസ്സിൽ ഇങ്ങനെ ചുറുചുറുക്കോട് കൂടി നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഡയറ്റ് ഒക്കെ ഉണ്ടോ? ഡയറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആഹാരക്രമം കേട്ടാൽ നിങ്ങളൊക്കെ ശരിക്കും എനിക്ക് രാവിലെ ചോറ് വേണം. ഉച്ചയ്ക്ക് ഞാൻ കപ്പലണ്ടി വറുത്ത് വെച്ച് കഴിഞ്ഞ് പേപ്പറും വായിക്കും, കപ്പലണ്ടി കേൾക്കും. ഉച്ചയ്ക്ക് ചോറ് വേണ്ട. പിന്നെ വൈകിട്ട് എനിക്ക് നാമം ചൊല്ലിക്കഴിയുമ്പോഴേ ചോറ് വേണം. അത് പച്ചക്കറികളോ ഇലക്കറികളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മുടെ കഴിക്കൽ. അതാണ് നമ്മുടെ ആഹാര രീതികൾ. പിന്നെ കട്ടൻ വെള്ളം വേണം രാവിലെ വൈകിട്ടും. പിന്നെ എനിക്ക് 3 ആൺപിള്ളേരുണ്ട്, 3 മരുമക്കളുണ്ട്, 6 പേരക്കുട്ടികളുണ്ട്. 3 പേര് 3 താമസിക്കുന്നു. ഞാൻ ഇളയ മകൻ്റെ കൂടെ താമസിക്കുന്നു. അവന് 2 പെൺപിള്ളേരാണ്. മൂത്തയാൾ +2 കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടില്ല. ICIC എന്തോ അങ്ങനെയാണ്ടാണ്. അത് കാരണം റിസൾട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പം നീറ്റ് പരീക്ഷ എഴുതിച്ച് നിൽക്കുകയാണ്. ഇളയാൾ ഇപ്പം 8ാം ക്ലാസ്സിലേക്കായി. മോന് മാഗ്ഡവലംകുളമായിരുന്നു ജോലി. അവിടെ മാഗ്ഡവലം പോയി. ഞാനൊരു 22 വർഷം ജോലി ചെയ്ത് VRS എടുത്ത് മോനെ കയറ്റി. അവൻ്റെ വൈഫിന് ഇപ്പോൾ 2-3 വർഷമായിട്ട് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി. ഓക്കെ. ഈ രാവിലെ ഇല്ലേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നടക്കാനൊക്കെ പോകില്ലേ? ഞാൻ 4 മണിക്ക് എണീറ്റ് നടക്കാൻ പോകും. 4 മണിക്ക് നമ്മളൊക്കെ കിടന്ന് ഉറക്കായിരിക്കും. എല്ലാവരും ഉറക്കമായിരിക്കും, എപ്പോഴും പോകും. പക്ഷെ ഇപ്പോൾ റോഡ് നിറച്ച ആളുകൊണ്ട്. ആദ്യ കാലത്തൊക്കെ ഞാൻ ഒത്തിരി ചീത്തയൊക്കെ കേട്ടു. അതെന്തിനാന്ന് ചോദിച്ചാൽ പച്ച മലയാളത്തിൽ തെറിയ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ പോകുന്നതിന്. അയാൾ അവിടെ ഇല്ലേ? ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ എൻ്റെ ഭർത്താവ് അവിടെ ഇല്ലെന്ന്. ഇത് എന്തിനാ ഇങ്ങനെ നടക്കണേന്ന് അത്രയ്ക്ക് വൃത്തികെട്ട ഭാഷയാ വർത്തമാനം പറഞ്ഞത്. നമ്മളത് മൈൻഡ് ചെയ്തില്ല. അന്ന് മൈൻഡ് ചെയ്ത് നമ്മൾ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടം വരെ എത്താൻ നോക്കുകയില്ല. കാരണം എനിക്ക് 24-ന് വയോസേവന പുരസ്കാരം കിട്ടി. 24-ലെ തന്നെ വനിതാ രത്ന പുരസ്കാരം ഈ മാർച്ച് 8-ാം തീയതിയാണ് കിട്ടിയത്. അത് 1 ലക്ഷം രൂപയും ഒരു മെമൻറ്റോയും സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്തു. വയോസേവന 25,000 രൂപയും മെമൻറ്റോയും ഷാള് പ്രശസ്തി പത്രവും കിട്ടി. അപ്പോൾ ഇതൊക്കെ എന്നെ തേടി എത്തിയത് ഞാൻ ഇതെല്ലാം അതിജീവിച്ച് വന്ന് ഇവിടം വരെ എത്തിയത്. ഇനിയും എനിക്ക് പോകാവുന്നത്രം പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴും ഒരു 100 മീറ്ററൊക്കെ കിട്ടിയ അങ്ങനെ 100 മീറ്റർ ഓടും. ഞാൻ ആദ്യ കാലത്ത് ലോങ് ട്രിപ്പ് എടുത്തിരുന്നത്. ഒരു കാലത്ത് കർണാടകയിൽ പോയി 21 കിലോമീറ്റർ ഓടി ഫസ്റ്റ് മേടിച്ചു. പിന്നെ ബോംബെ പോയി 10 കിലോമീറ്റർ ഓടി ഫസ്റ്റ് മേടിച്ചു. 2006 ഒരു ഏഷ്യൻ മീറ്റ് ബാംഗ്ലൂർ നടന്ന അതിൽ പങ്കെടുത്ത് 5000 മീറ്ററിന് ഫസ്റ്റ് മേടിച്ച് 1500 സെക്കൻഡ് മേടിച്ചു. ഇപ്പം എനിക്ക് അത്ര ഓടാൻ പാടില്ല. ഇപ്പം ഞാൻ ഷോർട്ടായിട്ട് എടുക്കണം. 100 എടുക്കും, അല്ലെ 200, 400 എടുക്കും. പിന്നെ ലോങ് ജമ്പ് എടുക്കും. പിന്നെ വാക്കിങ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം. 5 കിലോമീറ്റർ വാക്ക്. ഈ ആണ്ടിൽ തന്നെ ഒരു 12 മെഡൽ മേടിച്ചു. കണ്ടോ, മെഡലുകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. മംഗലാപുരത്ത് ഒരു സൗത്ത് ഏഷ്യൻ മീറ്റ് നടന്നു. അതിൽ പങ്കെടുത്തു. 100, 200, 400, 5 കിലോമീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡൽ മേടിച്ചു. പിന്നെ കുന്നംകുളത്ത് ഒരു നാഷണൽ മീറ്റ് നടന്നിട്ട് 100-നും ലോങ് ജമ്പ് 100-നും വാക്കിങ്ങിനും ഫസ്റ്റ് കിട്ടി. ലോങ് ജമ്പിൻ്റെ ഫസ്റ്റും കൊണ്ട് മണിപ്പൂരുകാരത്തിൽ പോയി. അത് നമ്മളെ ബുക്ക് എടുക്കട്ടെ എഴുതാൻ. അതവിടെ ഉണ്ടല്ലോ. അതവിടെ ഉണ്ട്, എനിക്ക് ഓർമ്മ നിൽക്കണ്ടേ. നമ്മളൊക്കെ സാധാരണ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ അമ്മേനെ കണ്ടപ്പോ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും നമ്മൾ ഇരുന്നിട്ട് ഒന്ന് എഴുന്നേക്കാണെങ്കിൽ അമ്മേ നമുക്കൊരു മനസ്സുകൂടെ വേണം. എനിക്ക് അസുഖമൊന്നുമില്ല, ഏറ്റു പോകണമെന്ന് എനിക്കൊരു മനസ്സ് വേണം. അല്ലാതെ ഞാൻ അവശതയായി. എന്നെ പല സ്ഥലത്തും വയോജനങ്ങളുടെ ക്ലാസ്സിന് വിളിക്കും. അപ്പം ഞാൻ എന്നോട് ചോദിക്കും വല്ലതും അനുഭവം പറയാമെന്ന്. ഞാൻ അനുഭവം പറയുമ്പോൾ അവരൊക്കെ ഇരുന്ന് ചിരിക്കും. ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ആരുടെ ഒന്നും ഒടിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സ് വെച്ചാലേ ഇങ്ങനെ നടന്ന് നമുക്കിതൊക്കെ കാണാനും കാണിക്കാനും ഒക്കുകയുള്ളൂ. നമുക്കിതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പങ്കെടുക്കും. നിങ്ങളുമൊക്കെ വാ. അപ്പോൾ സ്വന്തം കാശ് മുടക്കാൻ കഴിവില്ലാത്തവർക്ക് വരാൻ നോക്കുകയല്ല. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വീട്ടുകാരൊക്കെ പറയാറുണ്ടോ വേണ്ട ഈ പ്രായമായില്ലേ? പിള്ളേര് പറയുക എന്നാന്നറിയാവാ, 2018 എനിക്കൊരു അപകടം ഉണ്ടായി. നാഷണൽ മീറ്റിന് ബാംഗ്ലൂർ പോയപ്പോ ഫുട്പാത്തെ കൂടെ നടന്നു പോവുക. അപ്പൊ ഈ ബാഗിനകത്ത് 5-8 ദിവസത്തെ ഡ്രസ്സ്. ഞങ്ങള് ഗ്രൂപ്പുണ്ട്, അല്ലാതെ വീട്ടിൽ നിന്ന് ആരുമില്ല. അപ്പം ഈ ഷൂ ഉണ്ട്, ബേക്കറി സാധനങ്ങളുണ്ട്, തേയില, പഞ്ചസാര, ഗ്ലാസ്, ചോറ്റുപാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് വേറെണ്ണത്തെ മുട്ടി. 2ാമത് വന്ന സ്കൂട്ടർ എൻ്റെ ബാഗേ മുട്ടി. ബാഗ് തെറിച്ചു പോയി. ഞാൻ റോഡിലേക്ക് വീണു. ഞാൻ പൊക്കത്തിൽ കൂടെ പോയി. ഞാൻ റോഡിലേക്ക് വീണെങ്കിലും സൈഡിൽ കിടന്നു.
കാല് റോഡിലേക്ക് ഇടണം, അവിടെ വൺ സൈഡാ. മൂന്നാമത് വന്ന ഓട്ടോ കാലേ കൂടെ കയറിപ്പോയി. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇറച്ചിക്കട തൂക്കിയിട്ടിരിക്കണ പോലെ ഇങ്ങനെ കാല് തൂങ്ങിക്കിടക്കണം. പിന്നെ കൊച്ചിൻ്റെ ഓട്ടം കണ്ടോ, ഞാൻ നിലവിളിച്ചില്ല. കാരണം എന്താണെന്നറിയാം, നാഷണൽ മീറ്റ് പോയിട്ട് ഗോൾഡ് മെഡൽ ഇല്ലാതെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഗ്രൗണ്ട് കാണാതെ പോന്നല്ലോ എന്നൊരു സങ്കടം കൊണ്ട് നിലവിളിച്ചില്ല. പിന്നെ സംഘാടകരെടുത്ത് കൊണ്ട് ഹോസ്പിറ്റലിൽ, അവിടെ ബിന്ദുജ എന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അതിൻ്റെ ആൾക്കാർ വന്ന് പൈസ കെട്ടിവെച്ച് ഓപ്പറേഷൻ ചെയ്തു, മോനെ വിളിപ്പിച്ചു. 4 ദിവസം അവിടെ കിടന്ന് വീണ്ടും ഇവിടെ വന്നിട്ട് ചേർത്തല ആശുപത്രി 14 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് 19 ഒരു മീറ്റിന് പോകണം, നാഷണൽ മീറ്റ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഒരു റിട്ടയർഡ് CI ഉണ്ട്, 80 വയസ്സുള്ള എൽസി ചേച്ചി എന്നാ പേര്. എടീ നീ ജൂബിലി ആശുപത്രിയിലോട്ട് വന്നേരും, ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം, നമുക്ക് നാഷണൽ മീറ്റ് ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞു. തലേ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിട മോനെ, അപ്പോൾ ഇവന് എൽസി ചേച്ചി അറിയാം, പ്രത്യേകം കാശ് ഇവന് കൊടുത്ത്, എല്ലാവരും കളക്ട് ചെയ്ത കൂടാതെ അവർ പ്രത്യേക കാശ് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട എൽസി ചേച്ചി പറഞ്ഞു വെള്ളിയാഴ്ച അവിടെ ചെല്ലാൻ ചേച്ചി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പിറ്റേ വെള്ളിയാഴ്ച നേരം വെളുക്കുകയും ചെയ്യും. അപ്പം ഞാൻ സാധനമൊക്കെ പാക്ക് ചെയ്തിരിക്കുക. പിറ്റേ വെള്ളിയാഴ്ച എന്നോട് ചോദിച്ചു എന്നാ പോകണ്ടേ. ഇന്ന് ഇവിടുന്ന് പോകാൻ നോക്കിയല്ല, 3 മാസം ഞങ്ങളാ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല, മാറിയിരുന്ന് നിലവിളിച്ച്. എൻ്റെ ഭർത്താവ് അന്നുണ്ടായിരുന്നു, അദ്ദേഹം 2018 19 മരിച്ചുപോയി. അപ്പോൾ എന്നോട് ഇവൻ പോയി കഴിഞ്ഞപ്പോൾ നീ പോയിക്കോടി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് മുതൽ സജീവമായിട്ട് പോണതിൻ്റെ അന്ന് രാവിലെ അല്ല തലേ ദിവസം മോനെ അമ്മ ഇന്നടുത്ത് പോകുക. മക്കളോട് കാശ് മേടിക്കാറില്ല, ഞാൻ എൻ്റെ കാശും കൊണ്ടാവാണ്. 82 വർഷം ഇവിടെ ജോലിയായിട്ട് 850 രൂപ പെൻഷനുള്ളായി. പിന്നെ വാർദ്ധക്യകാലം ഇത് നമ്മുടെ പൈസയുടെ കിടന്ന കഴിഞ്ഞിട്ട് നമുക്ക് വേറെ മേടിക്കാം. പിന്നെ വാർദ്ധക്യമല്ല, കർഷക പെൻഷനുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ബ്രദറൊക്കെ സഹായിക്കും. അങ്ങനെ നമ്മളിപ്പോഴും പോകും. അന്തർദേശീയ മീറ്റിൽ പോകാൻ നടക്കുകയല്ല, ലക്ഷങ്ങൾ വേണം. എന്നിട്ട് 2016 എല്ലാവരും കൂടെ സഹായിച്ച് 1 ലക്ഷം രൂപ തന്നു. ഞാൻ സിംഗപ്പൂര് പോയി. പിന്നെ 5 കിലോമീറ്റർ നടത്തും, പിന്നെ 2000 മീറ്റർ സ്റ്റിപ്പിൾ ചേസ്, അതറിയാവാ? ഇങ്ങനെ കടം ഈ ഇലക്ട്രിക് പോസ്റ്റ് പോലെ വെക്കും, അത് 4 മൂലയ്ക്കും വെക്കും. അത് നമ്മൾ കവച്ച് കടന്ന് ഒരു 2 മീറ്റർ നീളത്തിൽ വെള്ളമുണ്ട്, അത് 2000 മീറ്റർ. അതിന് 2നും സെക്കൻഡ് പ്രൈസ് കിട്ടി. ഹോങ്കോങ്ങുകാർ ഫസ്റ്റ് കൊണ്ടുപോയി, സെക്കൻഡ് കിട്ടി. അതേപോലെ തന്നെ ഇന്ത്യക്ക് 2017 ചൈനയിൽ ഇതുപോലെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ എന്നെ എല്ലാവരും കൂടെ സഹായിച്ചു. 1.25 ലക്ഷം രൂപ വേണമായിരുന്നു. അവിടെ പോയപ്പോൾ ഈ ഐറ്റം തന്നെ 3rd പ്രൈസാണ് കിട്ടിയത്. കാര്യം ചൈന ഫസ്റ്റ് കൊണ്ടുപോയി, ഹോങ്കോങ് സെക്കൻഡ് കൊണ്ടുപോയി, ഇന്ത്യക്ക് 3rd കിട്ടി. 23 ദുബായിലൊരു ഓപ്പൺ മീറ്റ് നടന്നു. അതിൽ പോയിട്ട് പിന്നെ വാക്കിങ്ങിന് ഫസ്റ്റും 100ഉം 400ഉം 3rd പ്രൈസും കിട്ടി. പിന്നെ ഈ ആണ്ടി വേറെ സൗത്ത് ഏഷ്യൻ മീറ്റിലൊക്കെ പോയി. അയോധ്യയിൽ 24 പോയി. അയോധ്യ പോയിട്ട് ഏഷ്യൻ മീറ്റായിരുന്നു. അവിടെ പോയി 3 മെഡൽ ഫസ്റ്റ് കിട്ടി. ഇവിടെ 4 ഫസ്റ്റ് കിട്ടി. ഇതൊക്കെ എന്താ ആളുകൾ കുറെ പേരൊക്കെ അറിയാനുണ്ട് കേട്ടോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ എന്നുള്ളത്. അത് നമ്മുടെ ഇവിടെ ഇപ്പോഴും കളിയാക്കി 105, 104, 90 കഴിഞ്ഞ മനുഷ്യരൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ ഹരിയാനക്കാരൊക്കെ അവരെ കണ്ടാൽ നമുക്ക് പ്രായം പറയാൻ നോക്കുകയല്ല, നമുക്ക് പെട്ടെന്ന് പ്രായം അറിയാം. നമ്മളീ നല്ല ചോറും കറിയൊക്കെ കഴിച്ചേച്ച് അവിടെ ചെന്ന് ഉണക്കറൊട്ടിയൊക്കെ കഴിക്കും, നമ്മുടെ എനർജി പോകും. അവര് ജീവിതത്തിൽ നമുക്ക് ചോറ് തന്നെ വേണം. അവർക്കെന്ന് പറഞ്ഞാൽ അവരാദ്യം തൊട്ട് ഇന്ത്യയൊക്കെ കഴിക്കണം. കാരണം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരെ കണ്ടാൽ പ്രായം പറയുകയല്ല, നല്ല എനർജിയാണ്. ത്രോസൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നിടത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോരെ ചെല്ലും. ആചാര വാക്കുകളാണ്. നമുക്ക് ത്രോസൊന്നും പറ്റിയല്ല, നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ. നമ്മളിതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.